ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. എല്ലാവർക്കും 2 നില വീട് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ അടുത്ത് ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് 42 ലക്ഷത്തിനകത്തൊരു 2 നില വീട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ ഈ കാണിക്കുന്നത്. ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വീട് കണ്ടോ, ഈ ഒരു 42 ലക്ഷത്തിന് ഇത് നല്ല വർത്തായിട്ടുള്ള ഒരു വീടാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നല്ല ഒരു ലുക്ക് കിട്ടുന്ന ഒരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് മലയൻകീഴ് ജംഗ്ഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറി വരുന്നതാണ് ഈ ഒരു വീട്. കൂടാതെ തന്നെ നമുക്ക് മലയൻകീഴിൽ നിന്ന് പ്രാവിച്ചമ്പലം പോയി കയറാം. നമുക്ക് എല്ലാവർക്കും അറിയാം, കരമന വഴിയുള്ള സിറ്റിയിൽ നിന്ന് നമുക്ക് കരമന വഴി പോകുന്ന ഹൈവേയുടെ പ്രാവിച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയിട്ടുമാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പം ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് 3 സെൻറ്റിലാണ്, 1100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത്. 3 BHK, നമുക്ക് 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിലായിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ലോ ബഡ്ജറ്റിൽ നമുക്കിപ്പോൾ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇതിൻ്റെ അടുത്തായിട്ടൊക്കെ തന്നെ വേറെ വീടുണ്ട്, അതെല്ലാം നമ്മൾ സോൾഡ് ഔട്ട് ആയതാണ്. എല്ലായിടത്തും നമുക്കിവിടെ താമസത്തിന് ആളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു വീട് ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പം ഈ വീടിന് നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്ലൈഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ആദ്യം വരുന്നത്. നമുക്കപ്പോൾ അത് തുറന്ന് അകത്തോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീടിൻ്റെ നമുക്ക് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തോട്ട് പ്രവേശിക്കാം. നമുക്ക് ഈ ഒരു ലുക്കാണ് വരുന്നത്. അപ്പോൾ വീടിൻ്റെ മുകളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടുള്ളൊരു വീടാണ്. നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് വർത്താണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് കിടക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു കാറ് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ചരിഞ്ഞ ഒരു ഇതായിട്ടാണ് നമുക്ക് സ്പേസ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗേറ്റ് കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് വണ്ടിയൊക്കെ നല്ല വിശാലമായിട്ട് അതിനകത്ത് കയറാനൊക്കെ ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു വീടിന് കിണറും പൈപ്പ് കണക്ഷനാണുള്ളത്. നമുക്കിതിൻ്റെ മറ്റേ അറ്റം വരെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പൈപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ എഴുതാം. നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ഈ ഒരു ഭാഗത്താണ് സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന സിറ്റ് ഔട്ട് നമുക്ക് 6x4 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ഗ്രാനൈറ്റാണ് നമുക്കിവിടെ ഒരു ബ്ലാക്ക് കളറിൽ ഒരു ഗ്രാനൈറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്കിവിടെ ഫ്രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. നല്ല പോളിഷൊക്കെ ചെയ്ത ഒരു കിടിലൻ ഡോറാണ്. പ്ലാവിലാണ് ഈ ഒരു ഡോറ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ടൊരു വാൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തോട്ട് കിടക്കാം. നമ്മളപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത് 16x10 ഡയമെൻഷനിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെയാണ് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കബോർഡ്സ് കൊടുത്തിട്ട് നമുക്ക് മൾട്ടിവുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു PVC മൾട്ടിവുഡും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല അട്രാക്ഷനുണ്ട് നമുക്ക്. പിന്നെ മുകളിലായിട്ട് തന്നെ നമുക്കിവിടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ട് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഡൈനിങ് ഏരിയ നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാനായിട്ട് ഒരു സ്പേസും ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഡൈനിങ് ഏരിയ ബാക്കി വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് ഒരു വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇനി അവിടെ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് കുറച്ച് കബോർഡ്സ് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് ചെറിയ കബോർഡ്സുകൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഏരിയ വരുന്നത് നമുക്ക് 10x10 ഡയമെൻഷനാണ് ഈ കാണുന്ന ഡൈനിങ് ഏരിയ വരുന്നത്. പിന്നെ ഇനി നമുക്ക് നോക്കേണ്ടത് കിച്ചനാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിട്ട് നമുക്കിവിടെ ഒരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കിച്ചണിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് കിച്ചൻ്റെ റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചൺ വരുന്നത് 10x10 ഡയമെൻഷനാണ് ഈ ഒരു കിച്ചൻ്റെ സ്പേസ് വരുന്നത്. നമുക്കിവിടെ എല്ലാം മൾട്ടിവുഡിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കബോർഡ്സുകളാണ് കൊടുത്തിട്ടുള്ളത്.
നമുക്കിവിടെ ഡ്രോയറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വാഷ് ബേസിൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പൈപ്പ് ബാക്കി ഫില്ലിങ്സ് ഒക്കെ ഇനി വരത്തേ ഉള്ളൂ. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആയിട്ടൊരു കിണർ വരുന്നുണ്ട്. കൂടാതെ ആ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് നനകല്ല് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ നമുക്ക് ലിവിങ് ഏരിയ വരുന്നു, പിന്നെ ഡൈനിങ് ഏരിയ, പിന്നെ കിച്ചൺ, അതിൻ്റെ വിശേഷം എല്ലാം വരുന്നത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു സൈഡിലാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോൾ നമുക്കിത് 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് വരുന്നത്. ഇവിടെ ആയിട്ട് 2 ജനലും കൊടുത്തിട്ടുണ്ട്, 2 ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു എന്തെങ്കിലും വയ്ക്കാനൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് കുറേ കബോർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കൂടെ നോക്കാം. നമുക്ക് ഈ 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. അപ്പോൾ ഇതാണ് ബാത്റൂം വരുന്നത്. പക്ഷെ നമുക്ക് അതിലെ വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. ടൈൽസ് ബാക്കിയെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം നമുക്ക് ഇനി കംപ്ലീറ്റ് ആവാനുണ്ട്. PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെ ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന മെയിനായിട്ടുള്ള വിശേഷം. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിന് നമുക്ക് എന്തായാലും ഈ ഒരു വീട് വർത്താണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നമുക്ക് ഈ ഒരു സ്റ്റെയർ വഴിയാണ് നമുക്ക് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പോൾ മുകളിൽ നമുക്ക് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് നമുക്ക് സീലിംഗ് വർക്കുണ്ട്. അത് നമുക്ക് മുകളിൽ പോകുമ്പോഴത്തേക്ക് കൂടുതൽ ഡീറ്റെയിൽ പരിചയപ്പെടുത്താം. ഓക്കെ, നമുക്കപ്പം മുകളിലോട്ട് നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മുകളിൽ വരുന്ന ലിവിങ് ഏരിയ വരുന്നത്. നമുക്ക് കോർണറിൽ പോയിട്ട് ഒന്നും കൂടെ ഞാനൊന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് ഈ ലിവിങ് ഏരിയ വരുന്നത്. 16x10 ഡയമെൻഷനിലാണ് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. ഇതാണ് ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം വരുന്നത്. ഓക്കെ, ഒന്നും കൂടെ ഞാൻ കാണിക്കാം. നമ്മൾ സ്റ്റെയർ കയറി വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റെയർ കയറി വരുന്നത്. കണ്ടോ, ഈ ഒരു സ്റ്റെയർ നമ്മളിങ്ങനെ കയറിയാണ് മുകളിൽ വന്നത്. മുകളിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കബോർഡ്സുകളെല്ലാം മൾട്ടിവുഡിലൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് തന്നെ ഇവിടെയും നമുക്ക് സീലിംഗ് വർക്കെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജിപ്സം ബോർഡും കൂടാതെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ട് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ചെറിയ എന്തെങ്കിലും നമുക്ക് ഫാൻസി ഐറ്റമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള ഇൻ ഔട്ട് കണക്ഷനൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പവർ യൂണിറ്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യം ലിവിങ് ഏരിയയുടെ വിശേഷം വരുന്നത്. ഇനി ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഒന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തും ഒരു ബെഡ്റൂം നമുക്ക് അപ്പുറത്തുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഒരു ബെഡ്റൂം നമുക്ക് കാണാം. അപ്പം ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത് 12x8 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. താഴെ നമ്മൾ കണ്ട അതേ സെയിം ടൈപ്പിലാണ് നമുക്കിവിടെയും ഈ ഒരു ബെഡ്റൂമും വരുന്നത്. ഇവിടെ ആയിട്ട് ചെറിയൊരു നമുക്ക് ഷെൽഫ് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് കബോർഡ്സുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. PVC ഡോർ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ടൈൽസൊക്കെ ഈ ഒരു രീതിക്കാണ് വരുന്നത്. നമുക്ക് തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഫിറ്റിങ്സൊക്കെ ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി അത് കംപ്ലീറ്റ് ആക്കിയിട്ടായിരിക്കും നമുക്ക് തരുന്നത് വീട് എടുക്കുമ്പോഴത്തേക്ക്. ഓക്കെ, ഇനി നമുക്കിവിടുത്തെ രണ്ടാമത്തെ ഒരു ബെഡ്റൂം കാണാം. നമുക്ക് ഈ ഒരു സൈഡിലാണ് നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നമുക്ക് 12x10 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം നമുക്ക് വരുന്നത്. പിന്നെ നമുക്കിവിടെ ആയിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വർക്കിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് ടൈൽസൊക്കെ ഈ ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. ബാക്കി ഉടനെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്ത് അവർ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് PVC ഡോർ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഓക്കെ, ഇത് ഇത്രയാണ് നമുക്ക് ഈ വീടിൻ്റെ
മുകളിലുള്ള മെയിനായിട്ടുള്ള വിശേഷം. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് കാണേണ്ടത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റിൻ്റെ ഈ സൈഡിലായിട്ടാണ് ബാൽക്കണി വരുന്നത്. അതിനുമ്പ് ഈ ഒരു ഡോറ് ഉണ്ട്, നല്ല ഗ്ലേസിങ് ചെയ്ത് പോളിഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഡോറ്. പിന്നെ നമുക്ക് ഈ ഇവിടെ നിന്നാണ് പുറത്തോട്ട് നമുക്ക് ബാൽക്കണി വരുന്നത്. നമുക്ക് ഇതാണ് ബാൽക്കണി വരുന്നത്. മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബാൽക്കണി 6x4 ഡയമെൻഷനാണ്. ചെറിയൊരു സ്പേസാണ്. നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ ഗാർഡൻ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നടാനൊക്കെ ഉള്ള സ്പേസും ഇതിന് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുന്ന് ബാൽക്കണി വരുന്നത്. നമുക്ക് ഹാൻഡിൽസും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മുകളിൽ സ്റ്റെപ്പുണ്ട്. നമുക്ക് മുകളിൽ ടെറസിലൊക്കെ പോകാൻ വേണ്ടി നമുക്ക് വീടിൻ്റെ ഇവിടെ നിന്നാണ് മുകളിലോട്ട് സ്റ്റെപ്പ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള വിശേഷം വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ആസ്കിങ് പ്രൈസാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ വീടിന് 42 ലക്ഷമാണ് ആസ്കിങ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്കപ്പോൾ ഈ വീട് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വീട് വന്ന് കാണുവാനും വീട് എടുക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോണിനാണ് നോക്കുന്നതെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോണിനായാലും ഈ ഒരു വീട് എടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയായാലും, നിങ്ങൾ ഏതൊരു ബഡ്ജറ്റിലുള്ള വീടായാലും നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള വീട് നമുക്ക് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വന്ന് കാണാനൊക്കെ സാധിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് വീട് ഇപ്പം എടുക്കാനായിട്ട് ആഗ്രഹിച്ച് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ അവർക്ക് കൂടെ ഒന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്കൊരു പുതിയൊരു വീഡിയോൻ്റെ വിശേഷമായിട്ട് കടന്നു വരാം. എല്ലാവർക്കും നന്ദി.